ഇത് കംപ്ലീറ്റ് ആയിട്ടേ പോകാൻ പറ്റൂ. ഓക്കെ, പാറു ഫോണൊന്നും എടുക്കോ? ഹലോ, രവി ഉണ്ട്, കൊടുക്കാം. തലയിലേക്ക് കേറാൻ പാടാ. ബാക്കിയുള്ളവർക്കിട്ട് പണിയുന്നത് നിർത്തിയേക്കാൻ പറഞ്ഞേ മോളെ. ഓവർ സ്മാർട്ട് ആവുന്നതൊക്കെ കൊള്ളാം, പക്ഷെ തണ്ടും തരപ്പടി നോക്കി കളിച്ചില്ലെങ്കിൽ പടമായി ചുമരിലിരിക്കും. കുറെ നാളില്ലായിരുന്നു, ഇപ്പൊ പിന്നെയും തുടങ്ങി. എന്നതാ ഭീഷണി ഫോൺ കോൾ. കൈ വെട്ടും കാല് വെട്ടും കൊന്നുകളെന്നൊക്കെ പറഞ്ഞു. എനിക്ക് സംശയത്തിൽ രവി തന്നെ കാശ് കൊടുത്ത് വിളിപ്പിക്കുന്നതാണോന്നാ. എന്തിന്? എന്റെ മുമ്പിൽ ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ തോന്നിപ്പിക്കാലോ. ഇനി ഈ ഭൂമിയിൽ പെണ്ണെന്ന് പറയുന്ന കൊസറ കൊള്ളിക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. ചുമ്മാതാണ് പത്മശ്രീ ലഫ്റ്റനന്റ് കേണൽ ഭരത് മോഹൻലാൽ പറഞ്ഞത് ആർമിയിലും മറ്റ് ഫോഴ്സിലും ഒക്കെ കൂടുതൽ പെണ്ണുങ്ങൾ വേണമെന്ന്. എന്തൊരു വക്ര ബുദ്ധി. അമ്മൂ, മമ്മയുടെ മോളിൽ അങ്ങ് വേഗം കുടിച്ചേ, അപ്പോഴേ ബിഗ് ഗേൾ ആവും. അപ്പോ ബിഗ് ഗേൾ ആയ സ്കൂളിൽ പോകണ്ടല്ലേ മമ്മ? വേണ്ട, നമുക്ക് കോളേജിൽ പോവാം. വാ. Belated happy birthday. ഓ താങ്ക് യു. നീ എപ്പോഴെത്തിയേ? ഇന്നലെ. ആ, ഈ ഗിഫ്റ്റിന്റെ പിന്നിൽ എന്താ? ആ, അടുത്ത ആഴ്ച നിന്റെ ബർത്ത്ഡേക്ക് ഇതുപോലെ ഒരെണ്ണം കിട്ടുന്ന വരച്ചിട്ടാണോ? വേണ്ട മോളെ, പിശുക്ക് പാറു. കെട്ടിയോ സമ്പാദിച്ചു കൂട്ടുന്നൊക്കെ നിലവറയിൽ വെക്കാതെ കുറച്ചിങ്ങ് പോരട്ടെ. ആ, അമ്മൂലുണ്ടായിരുന്നോ? ആന്റി കണ്ടില്ലടാ. ആന്റി, you have put on weight. ഓ, അവിടെ അമ്മ മാത്രമേ ഉള്ളൂ ഒരു സൈസ് 0 മുതൽ. പൊടി. ആ, ഇതെപ്പോ വന്നു? ആ, ജസ്റ്റ് നൗ. ആൻസി ഒരല്പം മെലിഞ്ഞോ? ആഹാ, ഇതാ ഇപ്പൊ നന്നായേ. നമ്മുടെ മോളിപ്പോ പറഞ്ഞതേ ഉള്ളൂ ഇവള് വണ്ണം വെച്ചു. അത് അവള് നീയായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞ. പ്രേമിൽ ഞാനും കൂടി വന്നപ്പോ ബാലൻസ് ആയില്ലേ തടി. ആൻസിയുടെ ഡയറ്റ് വെക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ഞാനിങ്ങനെ വയറും ചാടി കവളും ചാടി പെരുത്തിരിക്കുമ്പോ ആൾക്കാർ വിചാരിക്കും ഇവളെ ഞാൻ പട്ടിണി കിടുവാന്ന്. എന്നാലും വണ്ണം കുറയ്ക്കത്തില്ല, ആർക്കണ്ടോ വാക്ക് കൊടുത്തതുപോലെ. അയ്യോടാ, എനിക്കും കൂടെ വേണ്ടി നീ മെലിയുന്നുണ്ടല്ലോ. നാളെയല്ലേ നിങ്ങളുടെ കിറ്റി പാർട്ടി? ഇവളെ ഞാൻ പൂർണ്ണമായും വിട്ടുതരിക. അമ്മ, ഭാര്യ എന്നീ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല. പണ്ട് ഇവിടെ കോളേജ് വിളിക്കുന്നൊരു പേരുണ്ടായിരുന്നു. മരം കേറി പാറു. എല്ലാ ഫ്രീഡം ഒന്ന് എൻജോയ് ചെയ്യട്ടെ എന്നെ മരം കയറി ഭാര്യ. സോ ടേക്ക് കെയർ. ഞാൻ വിളിക്കാം. അമ്മുക്കുട്ടി പപ്പായ പോലെ ഫ്ലാറ്റ് കെട്ടുവാണോ? അല്ല, വീടാ. ഓ, വീടാണോ? You are really lucky to have a husband like him. Thank you. Good morning, sir. ആ, ശ്യാം, അറിയാ എന്താണ് ഓഫീസ് ടൈമിലാണോ പഞ്ചാരടി? അറിയാം. ആന്റണി. ഹായ് രവി. ജെയിംസായ ഒരു കാപ്പി പറ. ഒന്നുമില്ല, നാളെയല്ലേ പുതിയ പ്രോജക്റ്റ് ലോഞ്ച്. യെസ്, മറൈൻ മിരാഷ്, നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വില കൂടിയ പ്രോജക്റ്റ്. 2 വർഷം തലച്ചോറും മനസ്സും ഒരുപോലെ കൊടുത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ഡ്രീം പ്രോജക്റ്റ്. പക്ഷെ പ്രോജക്റ്റ് ഓണായപ്പോൾ ഞാൻ ഔട്ട്. പട്ടരെ നിന്നെ പ്രോജക്റ്റ് ലീഡാക്കി. വന്ന കാലത്തെ വലിയ പട്ടരെ നീ കീശയിലാക്കി. ഇപ്പം തൻ്റെ മോനെ. കൊള്ളാം. എന്തൊക്കെയാ ആന്റണി പറയുന്നത്? എനിക്ക് ഈ മെറൈൻ മിറാഷിനോട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല. കമ്പനി ഏൽപ്പിക്കുന്നു, ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ തനിക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. താൻ പറയണ്ടേ? ഒരു കാര്യം ചെയ്യാം, നാളത്തെ മീറ്റിംഗ് കഴിഞ്ഞ് തന്നെ പ്രോജക്റ്റ് ലീഡാക്കാൻ ഞാൻ നവീൻ സാറിനോട് സംസാരിക്കാം. ട്രസ്റ്റ് മീ മാൻ, ഐ എം നോട്ട് ബ്ലഫിംഗ്. ഞാൻ സംസാരിക്കാം. सुहानी रात ढल चुकी, ना जाने तुम कब आओगे. सुहानी रात ढल चुकी, ना जाने. കുഞ്ഞാടുകളെ, നിങ്ങൾ എല്ലാവരും ഫുള്ളാണോ? അടിച്ചു മോനെ. ഞാൻ വിട്ടടാ പോവേ. ഇവൻ കളിക്കാതിരുന്ന അത് നഷ്ടമാ. ചേർക്കനെല്ലാം തൂത്തുവാരി പോവുള്ളൂന്നേ. അതെന്ത് പോക്കാച്ചായ? അടങ്ങി അവിടെ ഇരി. ഒരു ബാഗ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോയാൽ മതി. ഓ വേണ്ടടാ പോവേ. രണ്ടാമത്തെ അറ്റാക്ക് കഴിഞ്ഞത് പിന്നെ അന്നമ്മ ഭയങ്കര സ്ട്രിക്റ്റാ. വീട്ടിൽ ചെന്ന് കുറിച്ച് കിടന്നാലുടൻ അവൾ ഒരുപിടി മരുന്നുമായിട്ട് വരുമെന്നേ. ഓ, ഈ ഒരു പെഗ് കൊണ്ടൊന്നും അച്ചായനെ കർത്താവ് വിളിക്കുകയില്ല. ദുഷ്ടനെ പന പോലെ വളർത്തുന്നില്ലയോ?
ചേട്ടാ ചേട്ടൻ കളിക്കണതൊക്കെ കൊള്ളാം. ഈ രവി ഉണ്ടല്ലോ, ഈ ചുള്ളന്റെ കൂടെ കളിക്കുമ്പോ ഒന്ന് നോക്കിയും കണ്ടൊക്കെ കളിച്ചോളൂട്ടാ. അതെന്താ ഡേവിസ് ചേട്ടാ, ഇത് കളിയല്ലേ? എൻ്റെ സമയം നന്നായോണ്ട് ഞാൻ ജയിക്കുന്നത് അല്ല എന്താ? ഉവ്, നിന്റെ ടൈം ബെസ്റ്റ് ടൈമാ ഗിടി. അതിപ്പോ കളിയിലായാലും കച്ചവടത്തിലായാലും. നമ്മുടെ ബ്ലൂ സ്റ്റാർ ഗോവിന്ദേട്ടന്റെ 70 സെന്റ്, ഹൈ നമ്മുടെ ടെക്നോ പാർക്കിന്റെ അടുത്തേ സെന്റിന് 50 ഉറുപ്യ കൂട്ടി നീ അങ്ങോട്ട് മറിച്ചപ്പോ ഡേവിസേറ്റിന് നഷ്ടം 20 ഉറുപ്യ. 20 ലക്ഷേ. ഡേവിസേറ്റിന് അഡ്വാൻസ് തിരിച്ചു കിട്ടി. പക്ഷേ സംഗതി അത്രയ്ക്ക് അങ്ങോട്ട് സുഖമില്ലട്ടാ. പിന്നെ ഈ ടൈം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സുഖമുള്ള സംഗതിയാ. ഒന്ന് കാശിക്ക് കുത്തിയൊരു വലിയ അങ്ങോട്ട് വലിച്ചാലുണ്ടല്ല, കിങ് ചിലപ്പോ ജോക്കറാവും. ജോക്കറാവണ്ട, കിങ്ങായി തന്നെ ഇരുന്നോ. ഡേവിസ് ചേട്ടൻ ഇതുകൊണ്ട് എന്ത് നഷ്ടം വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ശരിയാക്കാം. എന്തുട്ടിന്? അതൊന്നും വേണ്ടോ. ഇപ്പൊ ഈ കാട്ടുകാരൻ ഡേവിസിന്റെ ചുറ്റുവട്ടത്തുള്ളതൊക്കെ ജീവിതത്തിനോട് പന്തയം വെച്ച് നേടി തന്നെയാ. നമ്മുടെ അപ്പനോട് പോലും കൈ നീട്ടിയിട്ടില്ലാന്നേ. പിന്നല്ലേ പോയ കാശൊക്കെ തിരിച്ചു പിടിക്കാനുള്ള കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഗടിയെ നമ്മളെ തൃശ്ശൂർന്ന് വണ്ടി കയറിയത്. രവിയെ, നിനക്ക് നല്ല ജോലിയൊക്കെ ഉണ്ടല്ലോ, അതുപോരെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ചെയ്യാൻ? നമ്മള് കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഇവിടെ. ഡേവിസ് ചേട്ടാ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അത് നിങ്ങൾ ഈ പറഞ്ഞ കാട്ടൂക്കാരൻ പത്രാസിൻ്റെ പളപ്പുകൊണ്ടൊന്നുമല്ല. ഒരൊറ്റ മുറി ഫ്ലാറ്റിൽ ഈ ടൗണിൽ ജീവിച്ചു തുടങ്ങുന്ന കാലത്ത് ഒരു തൃശ്ശൂരുകാരന് മാത്രം വഴങ്ങുന്ന ചില കോമഡികളുമായിട്ട് എൻ്റെ ജീവിതത്തിലെ പങ്കപ്പാട് ഒരുപാട് അലിയിച്ച് കളഞ്ഞിട്ടുണ്ട് നിങ്ങൾ. അതൊരു ചെറിയ കാര്യമല്ല എനിക്ക്. ആ സ്നേഹവും കടപ്പാടും എനിക്ക് എന്നുമുണ്ട്. അതിമ്മാരി കൂപ്പിലെ കുന്നങ്ങളുണ്ട് ഇല പിടിച്ചിട്ട് വെറുതെ ചളിയാക്കരുത്. പിന്നെ ഞാൻ റിയൽ എസ്റ്റേറ്റ് കളിക്കുന്ന കാര്യം, ഒരു മോളാണേ വളർന്നു വരുന്നത്. നമ്മുടെ അപ്പനോ നമുക്കൊന്നും തന്നില്ല, നമ്മളെങ്കിലും. അതല്ലയോ അതിൻ്റെ ഒരു ദൈവനീതി. ഈ മറുപടി ഡേവിസേട്ടന് ഇഷ്ടായിട്ടാ. നല്ല മയത്തിൽ പറഞ്ഞാലും സംഗതി ഒടക്കിലേ തന്നെയാ. അങ്ങോട്ട് സുഖിച്ചു കിടേ. നിനക്കറിയാലോ, ഡേവിസേട്ട ഉടക്കിയതാ. നിനക്ക് വേണ്ടി ഒരു ചെറിയ ബോംബ് നമ്മള് കരുതി വെക്കേണ്ടിട്ടാച്ചോളാ. ഡേവിസേട്ടൻ നമുക്ക് വേണ്ടി എന്നും പാടിത്തരാറുള്ള നമ്മുടെ പ്രിയപ്പെട്ട അത്രിയില്ലേ, 2 അടിച്ച് കിണ്ടി ഇളകുമ്പോൾ മൂപ്പര് പറയാറുള്ളൊരു കൊങ്ങിണി നാടൻ തെറിയുണ്ട്. തുകയിൽ ബപ്പാക്ക ബുദ്ധി സിക്കേസി രണ്ടേ പുത്ത. ഐ എം റൈറ്റ് അത്രി? അതിൻ്റെ അർത്ഥം സൗകര്യം പോലെ ചോദിച്ച് മനസ്സിലായിക്കോളൂ. പോട്ടെ, അപ്പോൾ നാളെ കാണാം. ആൻ്റണി. നവീൻ സാർ. രവി, ഒരു മിനിറ്റ്. ഒരു റെക്കമെൻഡേഷൻ അല്ല, വെറുതെ ഒരു സജഷൻ. നമുക്ക് ഈ പ്രോജക്റ്റിന് വേറൊരു ലീഡിനെ. ആർക്കാ തന്നെക്കാൾ താല്പര്യം? അല്ല, ആൻ്റണിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്നെക്കാൾ നന്നായി അയാൾക്കത് ചെയ്യാൻ പറ്റും. അയാളൊരു ബേസിക് ടേസ്റ്റാണ് മെറൈൻ സ്ട്രക്ചേഴ്സും അതിൻ്റെ ഡിസൈനിങ്ങും. നോ പൈസ ഇത് നിങ്ങൾ തന്നെ ലീഡ് ചെയ്തേ പറ്റൂ രവി. എന്നാൽ റിസ്ക് എടുക്കാൻ മുടിയാതെ. ഡാഡി ഒരു കാര്യം നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അത് മറ്റെന്തോ കൂടെ കണ്ടിട്ടാന്ന് കൂട്ടിക്കോളൂ. ഗുഡ് ഡേ. എൻ്റെ വണ്ടി ഒന്ന് പണിമുടക്കേ. അത്രയിടം വരെ ഒരു ലിഫ്റ്റ്. കയറിക്കോളൂ. താങ്ക്സ്. ഈ സിറ്റി സെൻറ്ററിന് അങ്ങടയ്ക്കാം. ഇപ്പോഴാണ് സമാധാനമായത്. സ്പീഡ് പാർസൽ സർവീസിൽ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടേ. അങ്ങനെയുള്ള ദിവസമാണ് ഇവൻ ഈ പണിമുടക്കം കറുത്താലൊക്കെ. ഇന്നല്ല കേട്ടോ, എന്നും ഇങ്ങനെ തന്നെയാണ്. എങ്ങനെയായിരുന്നു പേര്? രവി എബ്രഹാം. ഇത് ഭാര്യയായിരിക്കും അല്ലേ? അതെ, പാർവതി. ആ, ഏയ് അപ്പോൾ ഈ ഇന്റർകാസ്റ്റ് അതാണോ? അതെ അതെ. ആ, എവിടെയാ പണി? ജോലിയേ? ആ, ഏട്രിയൻ ടവേഴ്സിലാണ്. ആ, ഏത് ആ 20 നിലയുള്ള? 21 നില. ആ, അത് തന്നെ. അവിടെ ഞാൻ വന്നിട്ടുണ്ട്. അങ്ങനായിട്ട് വന്നതല്ല,
അവിടെ വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം അവിടെ എത്തിയപ്പോൾ ഒരു ശങ്ക. ഈ രണ്ടിൻ്റെ ഏ, അയ്യേ. അതെ, അവിടെ ആ സമയത്ത് എൻ്റെ ഒരു ചെങ്ങായി ജോലി ഉണ്ടായിരുന്നു, 3-ാം നിലയിൽ. പ്രൈം ഫോക്കസ്. ആ പ്രൈം ഫോക്കസ്. അടയ്ക്കാപ്പുത്തൂരുള്ള സന്തോഷേ, അവൻ്റെ ഓഫീസിൽ വന്ന് കാര്യം ഭംഗിയായിട്ട് അങ്ങോട്ട് സാധിച്ചു. ഇതേതാ വണ്ടി? ഫോർച്യൂണർ. ആ, എൻ്റെ അടുത്ത് ഒരാൾ ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടേ. അത് ഇതല്ല കേട്ടോ, CRV 2005 മോഡൽ. ഒരു 12 ലക്ഷം ഉറുപ്പ്യ അവർ പറയണേ. എൻ്റെ കയ്യിൽ 2005 12 ലക്ഷം തെറ്റില്ലാത്ത വിലയാണ്. ആ, ബാങ്കിൽ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടിയ നിങ്ങളുടെ വണ്ടി പഴയതാ, 98. ഇവൻ കുറച്ച് നാളായി കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങിയിട്ടേ. ഞങ്ങൾ 3 നാളാണെന്ന് തോന്നണേ, തമ്മിൽ അങ്ങോട്ട് ചേരണില്ലേ. ചിരിക്കണ്ട, ഈ മനുഷ്യരും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവാറില്ലേ. ഇപ്പം നമ്മൾ തന്നെ, ഞാൻ കയറിയിട്ട് കുറച്ച് നേരമല്ലേ ആയിട്ടുള്ളൂ, ഇപ്പം നമ്മൾ തന്നെ ഇത്ര അടുത്തില്ലേ. വണ്ടിയോളും ഇങ്ങനെ തന്നെയാ. പക്ഷെ ചില ആൾക്കാരുണ്ട് കേട്ടോ, കല്യാണം കഴിഞ്ഞ് ഒരു 10-20 വർഷം കഴിഞ്ഞാലും ഭാര്യയായിട്ട് അത്ര നല്ല സ്വരച്ചർച്ച ഉണ്ടാവില്ലേ. ഞാനും എൻ്റെ വണ്ടി അങ്ങനെ തന്നെയാണെന്ന് തോന്നണേ. എപ്പോഴും പ്രശ്നമാണേ, എന്നാ പെട്രോൾ കുടിക്കണില്ല എന്തെങ്കിലും കുറവുണ്ടോ, അതൊട്ടില്ലേന്ന്. ഏയ്, ഇടത്തേക്കല്ല കേട്ടോ, വലത്തേക്കാ. സിറ്റി സെന്റർ അല്ലേ? ഇങ്ങോട്ടാ? ഏയ് അല്ലാന്നേ, വലത്തേക്കാ. അല്ല മാഷേ, ഇതാ വഴി. ഏയ്, വലത്തേക്ക് തിരിക്കുക. ഇത് തന്നെയാണ് വഴി. എനിക്കറിയില്ലേ. വണ്ടി വലത്തേക്ക് തിരിക്കടാ. എങ്ങനെ? വണ്ടി വലത്തേക്ക് തിരിക്കടാ. നേരെ നോക്കി ഓടിക്കടാ. ഇതൊരു വലിച്ച നിന്റെ ഹാർഡ് ഡിസ്ക് അടിച്ചു പോകും. ഇതിന് ഞാൻ പറയുമ്പോഴേ നിൽക്കും ഈ ഓട്ടം. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ എബ്രഹാമേ? അതെന്താടാ, നിന്റെ അപ്പന്റെ പേര് എബ്രഹാം തന്നെയല്ലേ? നിങ്ങൾക്കല്ലേ കൊള്ളാം. സ്മാർട്ട്നെസ് എനിക്കിഷ്ടമാണ്, പക്ഷെ അത് ഞാൻ കാണിക്കുമ്പോൾ മാത്രം. ഹലോ രവി, അമ്മോ. അപ്പുറത്തെ മോളും അമ്മയുടെ ശബ്ദം കേൾക്കാൻ വെയിറ്റ് ചെയ്യല്ലേ, സംസാരിക്കേ. ഹലോ മോളെ അമ്മു, അയ്യോ ഓക്കെ? ഒന്നുമില്ലടാ, ആൻസി ആൻറ്റിയുടെ വീട്ടിലെത്തിട്ടോ, വേഗം വരാം. ആൻറ്റി പറയുന്നതൊക്കെ കേൾക്കണേ, ഓക്കെ മോളു? എന്നെയും കൂടി കരയിക്കല്ലേ പാർവതി. എനിക്ക് മോളോട് സംസാരിക്കണം. ഐ വോണ്ട് ടോക്ക് ടു ഹർ. ജീവിച്ചിരിക്കുന്ന കാലം വരെ ഒരാൾക്ക് സ്മാർട്ടാകാൻ പറ്റൂ. നിങ്ങൾ മോളെ നോക്കാൻ ഏൽപ്പിച്ച ബിയാട്രിസ്, അവൾ കുഞ്ഞുങ്ങളെ നോക്കാൻ മിടിക്കുക. ഓക്കെ, എന്താണ് നിങ്ങളുടെ ആവശ്യം? എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത്? എത്രയുണ്ട് നിങ്ങളുടെ കയ്യിൽ? ഒരു 30-35 ലക്ഷം. അല്ല, 77,334 രൂപ. അത്രയുമുണ്ട്, ടു ബി എക്സാക്ട്. പരസ്പരമുള്ള കണക്കുകൾ എപ്പോഴും ശരിയായിരിക്കണ്ടേ എബ്രഹാമേ? രണ്ടുപേരുടെയും മൊബൈൽ ഫോൺ. രണ്ടും ടാബ്ഡാണ്, എന്നാലും വെറുതെ എന്തിനാ? പാർവതി പോയിട്ട് വാ. ഇത് ഞങ്ങളുടെ ജോയിൻ്റ് അക്കൗണ്ടാണ്. പണം വിഡ്രോ ചെയ്യണമെങ്കിൽ എൻ്റെ കൂടെ സിഗ്നേച്ചർ വേണം. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. മാതൃകാ ദമ്പതികൾ. ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത ഈ കാലത്ത് പോലും ജോയിൻ്റ് അക്കൗണ്ട്. ഒരു കാര്യം ഓർമ്മ വേണം, അമ്മു അവിടെ നിങ്ങളെയും കാത്തിരിപ്പുണ്ട്. എൻ്റെ ഒരു ഫോൺ കോളിന് വേണ്ടി ബിയാട്രിസും. അമ്മു പാവം കുട്ടിയല്ലേ? അല്ലേ പാർവതി? പാർവതി വേണം രവി ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ.
ആ ബിയാട്രിസിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷെ നമ്മൾ സേവ് ചെയ്യാൻ എപ്പോഴും വിളിക്കുന്നത് ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ, ഒരു നെഗറ്റീവ് എയർ ഉണ്ടായിരുന്നു ആ പെണ്ണിന്. രവി എന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കാം. എന്തിന്? എന്നിട്ട് പോലീസിനെ വിളിക്കാം. പോലീസിനെ വിളിക്കാനോ? പാറു, അമ്മു അയാളുടെ കയ്യിലാണ്. അയാളുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? പോലീസ് എന്ത് ചെയ്യാനോ? പോലീസ് അയാളെ അറസ്റ്റ് ചെയ്താൽ തന്നെ അമ്മുവിനെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് എന്താ ഉറപ്പ്? വി ഹാവ് ടു ഒബേ ഹിം. വാ. തൗസൻഡ്സ് ആണ്. താങ്ക് യു. ഓക്കെ. പേര് രവി എബ്രഹാം. 555-77-444. ചെക്ക് എടുത്തിട്ടില്ല. ക്യാഷ് വിഡ്രോവൽ വോച്ചർ വേണം. ഒരു പെൻ. എന്താ സർ, അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വല്ലതുമാണോ? അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നൊന്നുമില്ല, പക്ഷേ ഫുൾ ക്യാഷ് വിഡ്രോ ചെയ്യാണ്. സർ, എനിക്ക് മാനേജറുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യണം. എന്തിന്? എനിക്ക് നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന എൻ്റെ കാശ് എടുക്കണമെങ്കിൽ അകത്തിരിക്കുന്ന മാനേജറുടെ ഈ ശുപാർശ വേണം. ഇതാണോ നിങ്ങൾ അഡ്വർടൈസ് ചെയ്യുന്ന ഈ 1 മിനിറ്റ് ബാങ്കിങ്? വട്ടിപ്പലിശക്കാരൻ്റെ അടുത്ത് ഇതിൽ എളുപ്പം കിട്ടുമല്ലോ. ഐ വോണ്ട് മൈ മണി ആൻഡ് ഐ വോണ്ട് ഇറ്റ് നൗ. ഇനിയെങ്കിലും അമ്മനെ വിട്ടൂടെ? ഞങ്ങൾക്കുള്ളത് മുഴുവനും അതിലുണ്ട്. എണ്ണി നോക്കണ്ടല്ലോ അല്ലേ? വേണ്ട, കൃത്യമാണ്, മുഴുവനും ഉണ്ട്. 77,334 രൂപ. നോട്ട് ബാഡ്. എൻ്റെ ഇന്നത്തെ സമ്പാദ്യം. നൗ ഗിവ് മി യുവർ ക്യാഷ് ആൻഡ് കാർഡ്സ്. ഗിവ് മി യുവർ ക്യാഷ് ആൻഡ് കാർഡ്സ്. വണ്ടി നിർത്തിയ പുകച്ചു കളഞ്ഞ വണ്ടിയടാ. ഇത്രയും പണം ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്കൊരു ഇറിറ്റേഷൻ ആയിരുന്നു. ഇപ്പം ആശ്വാസമായി. വിളിച്ചു പറ, വരാൻ വൈകുന്നു. ആരെയെന്ന് വെച്ചാ. ഹലോ സർ, രവിയാണ്. ഇല്ല, വരും, കുറച്ച് വൈകും. പാർവതിക്ക് നല്ല സുഖമില്ല. ഇല്ല, സ്ഥലം അറിയില്ല. ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം. ആ, താങ്ക് യു സർ. ഇനി പാർവതിക്ക് വിളിക്കണ്ടേ? വിളിക്കാതിരുന്നാൽ അവരവിടെ കാത്തിരിക്കില്ലേ? കിറ്റി പാർട്ടികളോട് നമ്മൾ വിശ്വാസവഞ്ചന കാണിക്കരുത്. ഹലോ ആൻസി, എനിക്കിന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ഞാൻ പറയാം, വിളിക്കാം. ഓക്കെ, യു ക്യാരി ഓൺ. സമയം എത്രയെന്ന് വല്ല ബോധമുണ്ടോ രണ്ടാൾക്ക്? നല്ല വിശപ്പില്ലേ? ഇവിടെ അടുത്ത് നല്ലൊരു ഹോട്ടലുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി മുന്നോട്ട് വണ്ടി പോവില്ല. ഇവിടെ നമുക്ക് നിർത്താം. ഈ ചേരിക്കപ്പുറത്തൊരു ഹോട്ടലുണ്ട്. ഇവിടെയോ? ഈ സ്ഥലവും ഇവിടുത്തെ ജീവിതവും എന്നും കാണാൻ പറ്റുന്ന കാഴ്ചകളല്ലല്ലോ.
ആ സാറേ, അകത്തോട്ടിരിക്കാം. പറഞ്ഞോ സാർ. ഇതാ ചായ. ഉടനെ സാർ ഇവിടെ ആ എന്താ ഉള്ളത്? സാറിന് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോ. ആ ആന ഫ്രൈ ഉണ്ടോ? എന്താ സാർ? ആന ഫ്രൈ. അത് പിന്നെ സാർ മുള്ളമന്നിയോ? അതാ ചോദിച്ചത്, എന്താ ഉള്ളതെന്ന് വെച്ചാൽ പറയാൻ. സാർ മീനായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോ. കരിമീൻ, നെയ്മീൻ, കൂന്തല്. 5 മിനിറ്റ് പറയാം. അപ്പോൾ നിങ്ങൾ പോവുമല്ലേ? ഇങ്ങോട്ട്. പൈസ വേണ്ടേ? ഉള്ളതെല്ലാം ഞാൻ കത്തിച്ച് കളഞ്ഞില്ലേ. എൻ്റെ കയ്യിൽ നേരത്തെ കാശില്ലല്ലോ. ഇവിടുത്തെ ബില്ല് കൊടുക്കണ്ടേ? പിന്നെ ഓടാനുള്ളതല്ലേ നിങ്ങൾക്കൊരുപാട്. യാത്രയുണ്ട്, വണ്ടിക്ക് ഡീസൽ അടിക്കണം, വിശക്കുമ്പോൾ വീണ്ടും ഭക്ഷണം കഴിക്കണം. ചിലവല്ലേ? ഇനഫ് ഇസ് ഇനഫ്. പറ, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളിങ്ങനെ? അത് പറഞ്ഞിട്ട് മതി ഇനി. ആണോ പാർവതി? ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യില്ലേ? യു ടെൽ മീ. ഇപ്പോഴത്തെ ആണുങ്ങൾ പൊതുവെ നല്ല തീരുമാനങ്ങൾ എടുക്കാറില്ല. രവി പ്ലീസ്, ലെറ്റ്സ് ഡു ഇറ്റ്. അമ്മുവിന് വേണ്ടിയെങ്കിലും. എൻ്റെ മോള് നിന്റെ കയ്യിലായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ഒന്നും ചെയ്യില്ല. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവനോടും നഷ്ടപ്പെടാൻ ഒരുപാടുള്ളവനോടും കളിക്കരുത്. അവൻ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. 1/2 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ നിങ്ങൾ പൈസയുമായി വന്നില്ലെങ്കിൽ അമ്മുവിനെ പിന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഹോം ഡെലിവറി വരും. ഒരു കുഞ്ഞ് ശവപ്പെട്ടി. ഇതെങ്ങോട്ടായിരുന്നു? ഇവിടെ കാറ്. അവിടെ നോക്കാം. രവി, നമുക്ക് ആരെങ്കിലും വിളിച്ചാലോ? എങ്ങനെ വിളിക്കാനാ? എല്ലാ നമ്പറുകളും മൊബൈലല്ലേ. എനിക്കാണെങ്കിൽ കാണാതെ ഒരു നമ്പർ ഓർമ്മയില്ല. ഓഫീസിലെ പോലും അറിയില്ല. ഇനി അറിയാമെങ്കിൽ തന്നെ ആരെ വിളിക്കാൻ? ആരെ വിശ്വസിക്കും? പിന്നെ വിളിച്ചാൽ ആരെങ്കിലും എത്തിപ്പെടണ്ടേ ഇതുപോലത്തെ ഒരു സ്ഥലത്ത്? 20 മിനിറ്റിനകം നമുക്ക് ഈ വാച്ച് പണയം വെക്കാൻ നോക്കാം. ഈ പണയം എടുക്കുന്നതെങ്കിലും സോറി, ഈ പണയം വെക്കുന്ന സ്ഥലം ഏതെങ്കിലും. ഇതിലാരെ പണയം വെക്കാനാണ്? ഈ വാച്ചൊക്കെ വാച്ച് പണയം വെക്കാനാണ്. നീ എന്താ ആളെ മൊയന്താക്കി ഇറങ്ങിയിരിക്കണാ? ഇട്ടിരിക്കണ തുണിയും പണയത്തിനാ. ആ നാപ്പിയ സ്ട്രീറ്റിൽ ഒരു വളിക്കുണ്ട്. ഹക്കീം സൈഡ് സായിപ്പന്മാരിട്ടിരിക്കണ അണ്ടർവെയർ വാങ്ങുന്ന സാധനമാണ്. ഒന്ന് നിന്ന് നോക്ക്. ഇവിടുന്ന് 2ാമത്തെ വല്ലത്. ഭൂകാരി പണ്ടൊക്കെ എന്ന് വെച്ചാൽ അത്ര പണ്ടൊന്നുമല്ല, ആൾക്കാർ ഇതിനെ വിളിച്ചിരുന്നത് BBL ഗാരി എന്നാണ്. പിന്നെ 98 നമ്മൾ റനീസ് റഹ്മാൻ, നിങ്ങൾക്കറിയാം, നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ വെച്ചോടുള്ള G-Tech, ഇവൻ സിംഗപ്പൂരിൽ പോയി വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ബുൾഗാരിയാണെന്ന്. ഇപ്പം അവിടുന്ന് പോയി ഭൂകാരിയായി. ഇതൊന്ന് പണയം വെക്കണം. അല്ല, ഇപ്പം നിങ്ങൾ ഏത് രാജ്യത്തപ്പോൾ ഉള്ളത്? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും വാച്ച് പണയത്തിനെടുക്കുമോ? പണ്ട് സീക്കോ റേക്കോക്കെ ആണെങ്കിൽ അക്കാലത്ത് അത് ശരി. ഒറിജിനലാണത്. ഈ ഇരിക്കുന്ന ഹക്കീം ചേട്ടൻ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാനുണ്ട്. മെയ്ഡ് ഇൻ ബേപ്പൂർ. അപ്പോഴാണ് ഒരു ഭൂകാരി. പൊന്നാണെങ്കിലും പൊരുളാണെങ്കിലും ഇതാ ഇങ്ങനെ ഉള്ളം കയ്യിൽ എടുത്ത് വെച്ചാൽ ഇൻ്റെ ഞരമ്പുകൾ പറയും, മോനെ ഹക്കീമേ പുന്നാര മുത്തേ അത് ഒറിജിനലാണെന്ന്. അല്ലെങ്കിൽ എടാ ഹക്കീമേ പഹയ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും. നിങ്ങൾക്കറിയോ, ഇവിടെ തൃശ്ശൂരടുത്ത് പെരുമ്പിലാവിൽ ഒരു അബ്ദുൽ കരീം ഹാജി ഉണ്ട്. മൂപ്പര് താന്നൂർന്ന് ഒരു 5-8 കൊല്ലപ്പിള്ളേരും കൂട്ടിയിട്ട് മലേഷ്യ പോയി വാച്ച് ഉണ്ടാക്കാൻ പഠിപ്പിച്ച് നമ്മളിവിടുത്തെ ടൈറ്റാനിയം സിറ്റീസിനെയും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് അവർ ഷോറൂമിൽ തന്നെ വെക്കലാ പരിപാടി. ഈ കൊച്ചിയിൽ ഒരുപാട് ആൾക്കാർ അതും കെട്ടി സുജായിമാരായി നടക്കുന്നുണ്ട്. ഇപ്പം തെക്കന്മാരെ പണി ഇമാതിരി ഐറ്റംസിൻ്റെ അച്ചുണ്ടാക്കലാ. കൽക്കപ്പന്മാരല്ലേ ടാഗ്യോറിൻ്റെ വാച്ചൊക്കെ ഇപ്പോൾ കൊച്ചിയിൽ ഇറങ്ങുന്നത്. ശരി, പണയം വേണ്ട. എന്ത് വില തരും? ഒരു 6000 ഉറുപ്പ്യക്കാണ് ഈ കബൂൽ. 6000 രൂപയോ? 1 ലക്ഷം രൂപ ഉണ്ടതിന്? ഇതിൻ്റെ വിലയൊന്നും നിങ്ങളെന്നെ പഠിപ്പിക്കണ്ട. പഴകിടയിലനുസരിച്ച് വില കൂടാണ്ട് ഭൂമിയൊന്നും അല്ലല്ലോ. എൻ്റെ മുന്തി ഐറ്റൻ്റെ 10,000 കാണും നിങ്ങൾക്ക്. ഭൂകാരിൻ്റെ ഡയഗണോ സീരീസ്. നല്ല 6000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ